ഗൈസ് വെൽക്കം വണക്കം. വർഷങ്ങൾക്ക് മുമ്പ് ഹലോ ഗൈസ് വെൽക്കം വെൽക്കം മൂപ്പൻ്റെ വീട്ടിൽ കൊടിവാ ചടിവാ ഓടിച്ചടിക്കരുവാ എന്ന് പറയുന്ന എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ വിഷയം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചധികം റിവ്യൂവേഴ്സിനെ കുറിച്ചും ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയുടെ നിലനിൽപ്പിനെ കുറിച്ചും ആ ബിഗ് ബോസ് ഷോ ഇന്നലെ ലാലേട്ടൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് ഒരു രൂപയെങ്കിലും വാങ്ങി കഴിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഷോ എന്നുള്ള സംഭവത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇരിക്കുന്ന ഒരാളായി മാറിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അങ്ങേയറ്റം കടപ്പോടുകൂടിയും അങ്ങേയറ്റം നന്ദിയോടുകൂടിയും ഞാൻ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഷോയെ, അതിനകത്ത് നടന്നിട്ടുള്ള പല കാര്യങ്ങളും. ഇന്ന് അതെല്ലാം ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൾപ്രിറ്റഡായിട്ടുള്ള ആൾക്കാരെ വരെ ഒഴിവാക്കിയിട്ട് ആ ഷോ മുന്നോട്ട് പോകുന്നെങ്കിൽ ആ ഷോ ശരിക്കും ജനകീയമാക്കാൻ വേണ്ടി തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഷോ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അത് താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ കാണാതിരിക്കുക. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, അതായത് ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ, ആ ഷോയുടെ അകത്തുള്ള ലൈവുകളോ അല്ലെങ്കിൽ എപ്പിസോഡുകളോ മറ്റുള്ള കാര്യങ്ങളോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ. മറിച്ച് അത് ഇന്ന ആളെന്ന് ഔട്ടാവും അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത്, അതിൻ്റെ സ്പോയിലർ അത് പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ ഷോയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം അത് ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം അതൊരു അഭ്യർത്ഥനയായിട്ടും ശരിക്കും എടുത്താൽ മാത്രം പോരാ. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ശിരസാ വഹിക്കണം. കാരണം ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. അതോടൊപ്പം തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് പ്രചണ്ഡമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ മുമ്പിൽ ബിഗ് ബോസ് എന്നുള്ള ഷോ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന മുഖങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് സമ്മർ മീഡിയ, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സമ്മർ മീഡിയ തന്നെയാണ് സമ്മറേട്ടൻ. രണ്ടാമത്തത് മല്ലു ടോക്സ് രേവതി, പിന്നെ മൂന്നാമത് നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ. ഇങ്ങനെ കുറച്ച് ചാനലുകളാണ് നമ്മൾ നിരന്തരമായിട്ട് ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഞാനൊക്കെ കണ്ടു തുടങ്ങിയത് ഇവരുടെയൊക്കെ ചാനലാണ്. അപ്പം അങ്ങനെയുള്ള ആ ചാനലുകളിൽ കൂടെയുള്ള അപ്ഡേറ്റ്സുകൾ മുൻകാലങ്ങളിൽ ഞാൻ അടക്കമുള്ള ആൾക്കാർ, ഞാൻ മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പ്രഡിഷൻ ലിസ്റ്റുകൾ, കാരണം എനിക്ക് അന്ന് ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, എന്താണ് പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. പ്രഡിഷൻ ലിസ്റ്റുകൾ, ഇന്ന് ആര് പോകും, ഇന്ന് അത് കിട്ടിയ ഉടനെ അറിയിക്കുക എന്നുള്ള കാര്യം വലിയ താല്പര്യമൊക്കെ ആണ്. മുൻപ് ചെയ്തിട്ടുള്ള തെറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് ഈ ഒരു സീസൺ എത്തിയപ്പോഴേക്കും ഞാനത് ചെയ്തിട്ടില്ല. ഇന്ന് പോലും ഞാനിപ്പോൾ പോലും ലൈവുകളെ കുറിച്ചോ മറ്റുള്ള സംഭവങ്ങളെ കുറിച്ചോ അധികം എൻ്റെ ഈ ഒരു ബിഗ് ബോസിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം, വളരെ ചുരുക്കം വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇതായിട്ട് പിടിച്ച് കയറി വരട്ടെ, അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. കാരണം ബിഗ് ബോസിൻ്റെ ഷോയ്ക്കകത്ത് ഇപ്പം ഏഷ്യാനെറ്റോ ബിഗ് ബോസോ ടീമോ സമ്മതിച്ചാലും ഇല്ല എങ്കിലും ആ ഷോയെ ഒരു പരിധിയിൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയയിലേക്ക് അതിനകത്ത് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കാനും കഴിയുന്ന ഈ പ്രധാനപ്പെട്ട ഒരു ഹാൻഡിലുകളാണ് യൂട്യൂബ് ചാനലുകൾ, പ്രത്യേകിച്ച് റിവ്യൂ ചാനലുകൾ. കാരണം ഇപ്പം നമ്മളിപ്പം അതിനകത്ത് അതാണ് അവർ പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഇതാണ്. അതായത് ഇപ്പം സമ്മർ മീഡിയയിലായിക്കോട്ടെ, നമ്മുടെ രേവതിയുടെ ചാനലായിക്കോട്ടെ, രാജേട്ടനായിക്കോട്ടെ, ഒരുപാട് ചാനലുകളായിക്കോട്ടെ, അതിനകത്ത് ലൈവുകൾ കണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നവരുണ്ട്, എപ്പിസോഡുകൾ കണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലതും പറയുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ഈ സാധനങ്ങൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ ഈ ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം, ചിലപ്പോൾ ഷോ കാണണമെന്നില്ല, കമൻറ്റുകൾ കാണാനുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ എൻ്റെ കമൻറ്റ് ബോക്സിലും കണ്ടിട്ടുണ്ട്, മറ്റുള്ള കമൻറ്റ് ബോക്സുകളും കണ്ടിട്ടുണ്ട്. നിങ്ങളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് എപ്പിസോഡ് കാണേണ്ടതില്ല, ലൈവ് കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബിസിനസ് ആണല്ലോ ബിഗ് ബോസ് എന്നുള്ളത്. ആ ബിഗ് ബോസിലേക്ക് കോടാനുകോടി മുടക്കിയിട്ട് ഈ സംഭവം ചെയ്തിട്ട് അതിനകത്ത് ഈ അവർക്ക് എത്തേണ്ട സാധനം, അഥവാ അവരുടെ ആ ഒരു അതിൽ കൂടുതൽ അവരുടെ വാച്ചിങ് ആ ഒരു സംഭവം, ആൾക്കാർ വ്യൂവേഴ്സിൻ്റെ എണ്ണം അവിടെ ഗണ്യമായിട്ട് കുറയും. ആ കുറയുന്നൊരു സാഹചര്യമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നത്. ആൾക്കാരെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് കണ്ടങ്ങ് പോകുന്നതിനപ്പുറം ഇത് ഹോട്ട്സ്റ്റാറിലേക്ക് വന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ എപ്പിസോഡിൻ്റെ സമയത്ത് വരുന്നില്ല. അതിൻ്റെ TPR റേറ്റിംഗ് ഒക്കെ താഴോട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർക്കിത് പറയേണ്ടി വന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത്. പിന്നൊരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല, ആ ഷോയെ പ്രചാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഈ പറയുന്ന റിവ്യൂ ചാനലുകൾ ഉപകാരപ്പെടുന്നുണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഷോയുടെ ആ ഒരു ബെറ്ററാക്കിയ ആ സാധനം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ചില നമ്മളെ സ്ലീപ്പർ സെൽസ് എന്നൊക്കെ പറയില്ലേ, മുൻകാല സീസണുകളിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ വീണ്ടും ആ കാര്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഈ റിവ്യൂ ചാനലുകളും മറ്റുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് എഫേർട്ട് ഇടുന്നുണ്ട്, സംശയമൊന്നുമില്ല. പിന്നെ നമ്മുടെ മൂൺലൈറ്റ് മീഡിയ, അവൻ്റെ അൻസിഫിൻ്റെ കാര്യം കൂടെ പറയണം കേട്ടോ, ഞാൻ പറഞ്ഞ് വിട്ടുപോയതാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ, പറയാൻ ഒരുപാട് പേരുണ്ട്. അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലും കണ്ടു പച്ചാളം പാസി നിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിമർശിച്ചാലും ആരെ വിമർശിച്ചിട്ടാണെങ്കിലും ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് ഒരു രസം കൊല്ലി എന്നുള്ളൊരു സാധനം ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ നോക്കിയപ്പോൾ കണ്ടൊരു പോസ്റ്റാണ്. അതിനകത്ത് ഇതുപോലെ BBയുടെ അകത്തുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറയുന്നത്, റിവ്യൂവേഴ്സ് BBയുടെ ഒരു രസം നശിപ്പിക്കുന്നു നടക്കമുള്ള കാര്യങ്ങളൊക്കെ ക്രിറ്റിസിസം കണ്ടിരുന്നത് കുറച്ച് ദിവസത്തിന് മുമ്പാണ്. അത് ആരുടെ പോസ്റ്റാണ്? FBയിൽ കണ്ടൊരു പോസ്റ്റാണ്. അതിനുശേഷം ഇന്നിപ്പോൾ നോക്കുമ്പോഴേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മുടെ സമ്മറേട്ടൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. രേവതിയുടെ ഞാൻ കണ്ടിട്ടില്ല, രേവതിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. അൻസിഫിൻ്റെ വീഡിയോ വന്നു എന്നുള്ളത് അതിൻ്റെ ഒരു തമ്മിലിരുന്നോടെ കിടക്കുന്നുണ്ട്. സോ
അങ്ങനെ എല്ലാവരും ഈ കാര്യങ്ങൾ. ഇനി ഒരു കാര്യം പറയാം, ഇതെങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ അതും കൂടെ ചിന്തിക്കണം. അതായത് രസം കൊല്ലുന്നു എന്ന് പറയുന്നു, റിവ്യൂവേഴ്സിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് ബി ചൂണ്ടിക്കാണിക്കുന്നു, ഇതെല്ലാം സമ്മതിക്കുന്നു. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമയ്ക്കകത്തുള്ള കോപ്പി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെ കുറ്റമാണ്? കോപ്പി കയ്യിൽ കിട്ടിയവനത് പ്രചരിപ്പിക്കുന്നു, ആ കോപ്പി എങ്ങനെ പുറത്തേക്ക് പോയി എന്നുള്ളൊരു കാര്യം കൂടെ ചിന്തിക്കണ്ടേ? ഏഷ്യാനെറ്റിന്റെ ഇത്രയും വലിയ ഹോട്ട്സ്റ്റാറിന്റെ അഥവാ നമ്മുടെ ഇത്രയും ബാനർജി ഗ്രൂപ്പ്, ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ, എൻഡമോഷൻ ഗ്രൂപ്പിന്റെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു സാധനം, അതിന്റെ വളരെയധികം പ്രൈവസി നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന സ്റ്റാഫുകൾ, അത് അത്രയും കർക്കശ ബുദ്ധിയോട് നിൽക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? റിവ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞാൽ മാത്രം മതിയോ? അവരുടെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഇൻഫർമേഷൻസ് പുറത്തു പോകുന്നു? അതിനകത്ത് ആരാണ് നിർബന്ധിതമായിട്ട് ഈ സംഭവം എടുക്കേണ്ടത്? മുൻകാല സീസണുകളിലുള്ള ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് മാത്രം പറയാം. എങ്ങനെയാണ് ഒരു റിവ്യൂവറിന് ഒരു കണ്ടസ്റ്റന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള സാധ്യത? അതിന് 3-4 വഴികളുണ്ട്. ഒന്ന്, ആ ബിഗ് ബോസിന്റെ ടീമിന്റെ അകത്തുള്ള ചില എഡിറ്റർമാരോ അതിനകത്തുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ അവരുടെ സുഹൃത്തുക്കൾ വഴി ഷെയർ ചെയ്യുന്ന കാര്യം ആ സുഹൃത്തുക്കൾ തന്നെ ഈ റിവ്യൂവേഴ്സായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം ഞാനത് പറഞ്ഞുതരാം, പുറത്തു വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാറുണ്ട്. അതായത് അകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആ സ്റ്റാഫുകളുടെ റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ വഴി ഇത് പുറത്തേക്ക് എത്തും. 2, കണ്ടസ്റ്റൻസിന്റെ റിലേറ്റീവ്സ് വഴി. കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കണ്ടസ്റ്റൻസിന്റെ ഫാമിലി മെമ്പേഴ്സ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ചില ഇൻഫർമേഷൻസ് അവിടെ നിൽക്കുന്ന ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ബിയുടെ ആൾക്കാർ ഇവരറിയിക്കുന്ന കാര്യങ്ങൾ, പുറത്ത് പറയരുതെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവരുടെ അടുത്തുള്ള ആൾക്കാരോട് പറയുകയോ ഈ പറയുന്ന റിവ്യൂവേഴ്സ് സംസാരിക്കുമ്പോൾ അവരോട് പറയുകയോ ചെയ്യുമ്പോൾ അങ്ങനെയും ഈ സാധനം പുറത്തു വരും. ഇന്നലത്തെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പുറത്തു പോയ സംഭവം നമ്മളെല്ലാം അറിഞ്ഞതാണ്. അതിനു മുമ്പ് ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറുന്നതിന് മുമ്പുള്ള ആൾക്കാരെല്ലാം കയറി പോകുന്നതിന് മുമ്പേ ഞാൻ പല സമയത്തും പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞതാണ്, ഇത് പുറത്ത് അവർ വരുമ്പോൾ നിങ്ങൾ അറിയൂ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് ചെയ്യാൻ എനിക്ക് അന്നേ താല്പര്യമില്ല. കാരണം ഇതാരും പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് അപ്പോഴേ താല്പര്യമില്ല. ഇതെല്ലാം ഒരു ഓണായി വരട്ടെ, എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഓൺ ആവാനുണ്ട്, കുറച്ചുകൂടെ ആക്റ്റീവ് ആവാനുണ്ട്. ആക്റ്റീവ് ആയതിനു ശേഷം മാത്രം ഈ ഒരു ബി ആയിട്ട് റിലേറ്റഡ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ അകത്ത് നിൽക്കുന്ന ബിഗ് ബോസിന്റെ അംഗങ്ങൾ കാരണം തന്നെയാണ് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് കിട്ടുന്ന ആൾക്കാർ ഇത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുമ്പോൾ നമ്മളത് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ബി ടീമും എൻ്റെ ക്രൂവും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഈ സാധനം പുറത്തേക്ക് ഒലിച്ചു പോകുന്നത്. അതിൻ്റെ കാരണക്കാർ നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്ന ചില ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ ആ ഒരു ആൾക്കാരെ കറക്റ്റായിട്ട് കണ്ടെത്താനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ ഫാമിലിക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുക. ഒരു കാരണവശാലും ഈ ഒരു സാധനം പുറത്തേക്ക് വിടരുത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഈ സാധനം നിൽക്കും. പിന്നെ ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് എനിക്ക് ആരെയും ആരോപിക്കാനൊന്നുമില്ല. അതായത് അകത്ത് നിൽക്കുന്ന ചില ആൾക്കാരല്ല, അതിപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്, പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഇപ്പം മുൻകാലങ്ങൾ വെറുതെ സംസാരിച്ച് പോയ കേസാണ്. അവരുടെ ആൾക്കാരൊക്കെ ഇതിനകത്ത് കമ്മീഷൻ ബേസിൽ, അതായത് കിട്ടുന്ന യൂട്യൂബ് റവന്യൂവിൽ ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിനൊരു തെളിവില്ല, അതിനൊരു അടിസ്ഥാനമില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ഇന്ന ആളാണെന്ന് പറയാൻ എനിക്ക് പറ്റത്തുമില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറും പ്രത്യാരോപണങ്ങളായിട്ട് മാത്രം നിലനിൽക്കട്ടെ. എങ്കിലും ഒരു സിനിമ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ആ സിനിമ കണ്ട വ്യക്തികൾ പോലും കാണിക്കുന്നൊരു മാന്യതയുണ്ട്. അതായത് സിനിമ കണ്ടു, ആ സിനിമ പൂർണ്ണമായിട്ടും കണ്ട് അതിനെ ക്ലൈമാക്സ് അടക്കം ഇതിനകത്ത് ഇന്നതാണോ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും പുറത്തേക്ക് വരുന്ന ആ വ്യക്തി, അവിടെ സിനിമ കാണാൻ പുതുതായിട്ട് വരുന്നൊരു വ്യക്തിയോട് പോലും ആ സിനിമയുടെ ആ ഒരു ക്ലൈമാക്സിനെ പൊളിക്കത്തില്ല, ആ ഒരു രസം കൊല്ലത്തില്ല. ബിക്കോസ് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അങ്ങ് പോകും. അത് കാണാൻ വേണ്ടിയിട്ട് വരുന്നവൻ്റെ ത്രില്ല് അങ്ങ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയെ അവർ ബിൽഡ് ചെയ്യുന്ന ആ ക്യൂരിയോസിറ്റി അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നതായിരിക്കാം നമ്മളെപ്പോലെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു റിവ്യൂവർ ഒന്നുമല്ല, ഞാനൊരു വ്യൂവറാണ്. ഒരു അഭിപ്രായം പറയുന്ന, ഒരു ഒപ്പീനിയൻ മാത്രം പറയുന്ന ഒരാളാണ്. ഐ എം നോട്ട് എ റിവ്യൂവർ അറ്റ് ഓൾ. റിവ്യൂവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും കാണുന്ന റിവ്യൂവേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് സമ്മർ മീഡിയ, ഒന്ന് രേവതി, അതോടൊപ്പം തന്നെ നമ്മുടെ രാജേട്ടൻ അടക്കമുള്ള ആൾക്കാരാണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, കുറേയധികം റിവ്യൂവേഴ്സ് ഉണ്ട്. ഞാൻ റിവ്യൂവർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ഇപ്പം സമ്മറേട്ടൻ ചെയ്യുന്ന വർക്ക് ഞാൻ പറഞ്ഞു. സമ്മറേട്ടൻ എന്ന് വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളിപ്പോൾ ഒരു വിളംബര ഘോഷയാത്ര എന്ന് പറയും. ബിഗ് ബോസ് ഒരു പ്രോഗ്രാം ഒരു സ്ഥലത്ത് നടക്കുന്നു, ഒരു എന്താണ് ആലപ്പാട്ട് ജ്വല്ലറി, ആ ഒരു ജ്വല്ലറിയുടെ ഇവിടെയാണ് ആ സ്ഥാപനം ഓപ്പൺ ആവുന്നത് എന്ന് പറഞ്ഞാൽ ആ വിളംബര ഘോഷയാത്ര നാട് മൊത്തം നടന്ന് ആ വിളംബരം നടത്തുന്ന ഒരു സംഭവത്തിൻ്റെ മുഖ്യ പങ്ക് അദ്ദേഹത്തിനെ പോലെ വഹിക്കാൻ ഇന്ന് മലയാളത്തിൻ്റെ ഒരു റിവ്യൂവേഴ്സിനും പറ്റത്തില്ല. സമ്മർ മീഡിയ ഈ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ അകത്ത് എന്താ പറയുക, ബിഗ് ബോസ് മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മെയിൻ ചാനൽ വേറെ ഉണ്ടെങ്കിലും അദ്ദേഹം ബിഗ് ബോസ് ടൈമിൽ മാത്രമാണ് ഇവിടെ ആക്റ്റീവ് ആവുന്നത്. രേവതി ബിഗ് ബോസ് ടൈമിൽ മാത്രമാണ് ആക്റ്റീവ് ആവുന്നത്. അൻസിഫ് ബിഗ് ബോസ് ടൈമിൽ മാത്രമാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ബിഗ് ബോസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സമ്മറേട്ടൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു എഫർട്ട് എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ശരിക്കും ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ഉണർത്തി ആ ഒരു ഇത് കൊടുക്കുന്നത്, അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കിയിട്ട് ആ ഗെയിമിലേക്ക് അടുപ്പിക്കുന്നത്. സത്യമായിട്ടുള്ള കാര്യം. പലർക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ മറ്റൊരാണ് മറിച്ചാണ്
വ്യക്തിയാണ്. അതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. എങ്കിലും എനിക്കറിയുന്ന വ്യക്തി, അദ്ദേഹത്തിന് വളരെ അടുത്ത് അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, പുള്ളി ശരിക്കും പറഞ്ഞാൽ ഗെയിമിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ല അതിനപ്പുറത്തേക്ക് വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാറില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ തമ്മിൽ വളരെയധികം വ്യക്തിപരമായിട്ട് അടുപ്പുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ രാജേട്ടനൊക്കെ ആണെങ്കിൽ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷമുള്ള അപ്ഡേറ്റ്സും മറ്റുള്ള കാര്യങ്ങളും അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സും മൊമെന്റ്സും ഒക്കെ ക്യാപ്ചർ ചെയ്യും. രേവതിയുടെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു ബിബിയുടെ ഒരു സംഭവത്തിന്റെ കറക്റ്റ് സാധനങ്ങൾ വ്യക്തമായ രീതിയിൽ ഈച്ച് ആൻഡ് എവറി കോർണർ നടന്ന കാര്യങ്ങൾ വളരെ പരിമിതമായ വീഡിയോകൾ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യും. അതാണ് രേവതിയുടെ സംഭവം. ഇപ്പം അൻസിഫിന്റെ അധികം ഞാൻ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അൻസിഫും അത്യാവശ്യം രേവതി ചെയ്യുന്നത് പോലത്തെ ഒരു ലെവലിലാണ് അൻസിഫും ചെയ്തു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പാറ്റേൺ പോകുന്നത്. ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇതിന് മുമ്പേ തുടക്കം മുതൽ കണ്ടവർക്ക് അറിയാം, ഞാൻ ഒരിക്കലും ബി എന്നുള്ളൊരു ഷോയുടെ ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളോ അതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങളോട് എതിർപ്പ് പരസ്യമായിട്ട് കാണിക്കുന്ന ഒരാളാണ്. അതായത് ഒരു റിവ്യൂവർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്രിറ്റിസിസം ആണോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അത് നിങ്ങൾ തീരുമാനിക്കുക. എൻ്റെ വീഡിയോസ് ഇത്രയും നാൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ തന്നെ പറയുക അത് ഞാൻ എന്താണ് ചെയ്യുന്നുള്ളത്. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്, പാറ്റേൺ. അത് ലൈവിൻ്റെ അകത്ത് നടക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയണമെങ്കിൽ സമ്മർ മീഡിയ തന്നെയാണ് അതിനകത്ത് ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഒരു മൊമെന്റിൽ കുറച്ച് മണിക്കൂറുകൾക്കിടയിൽ നടന്നിട്ടുള്ള വിഷയങ്ങളുടെ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒറ്റ വീഡിയോ ആണെങ്കിൽ അത് നമ്മുടെ രേവതിയുടെ ചാനലിലായിരിക്കും. അതോടൊപ്പം തന്നെ രാജേട്ടനാണെങ്കിലും അതിനകത്തുള്ള പ്രധാനപ്പെട്ട കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പോകുന്ന ചാനലുകളാണ് ഇതൊക്കെ. ഒരുപാട് ചാനലുകളുണ്ട്. കാണുന്നവർ നിങ്ങൾക്ക് മറ്റുള്ള ചാനലുണ്ട്, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഇതാണ് ആ ഒരു കാര്യം. അതുകൊണ്ട് റിവ്യൂവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് ബിബിക്കും ശരിക്കും ഗുണം കിട്ടുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവരുടെ TRP റേറ്റിംഗ് താഴോട്ട് പൊക്കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം യൂട്യൂബ് ചാനലുകളെ ആശ്രയിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് അറിയുമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത്, എന്തിനാ പൈസ മുടക്കുന്ന ഒരു ചിന്ത വരും. ആ ഒരു കാര്യമാണ് അവരുടെ ബിസിനസ്സാണ് അവർക്ക് ഇത് കാരണം മോശം വരുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും നമ്മളെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ അടക്കമുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അവരുടെ ആ ഷോ മുന്നോട്ട് പോകണം. അവർ മുടക്കം മുതൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി ആയിരിക്കും കോൺട്രവേഴ്സി ഒക്കെ വരുന്നത്. കോൺട്രവേഴ്സിയൽസ് ഒക്കെ വരുന്ന സമയത്താണ് ഞാൻ ശരിക്കും ആക്റ്റീവ് ആവാറുള്ളത്. ബിഗ് ബോസിൻ്റെ അകത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സി വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഞാൻ പലപ്പോഴും ആക്റ്റീവ്. അല്ലാതെ എനിക്ക് സമ്മറേട്ടനെ പോലെ രേവതിയെ പോലെ ഇങ്ങനെ കുത്തിയിരുന്ന് ഈ ഒരു സാധനത്തിനെ കുറിച്ച് പറയാനുള്ള സംഭവം തൽക്കാലം ഞാൻ അവർ പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചാനലിൽ കൂടെ പരമാവധി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു മൊമെന്റ് മുതൽ, കാരണം ഒരു ബിബി ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്നുള്ളൊരു വ്യൂവറിനെ എനിക്ക് എന്നെ പിടിച്ചിരുത്താനുള്ളതൊന്നും ബിബിക്കകത്ത് എനിക്കിപ്പോൾ ഇല്ല. എന്നെ പിടിച്ചിരുത്താനോ അല്ലെങ്കിൽ അത് കൂടുതൽ കാണണമെന്ന് തോന്നാനുള്ള ഒരു ത്വര തരുന്ന ഒരു സാധനവും ഇല്ല. പ്രത്യേകിച്ച് എനിക്ക് താല്പര്യം തോന്നാത്തതിൻ്റെ കാരണം സീസൺ 4 ഡോക്ടർ റോബിനെ കൂടുതലായിട്ട് എടുത്ത് അതേപോലെ തന്നെ എടുത്ത് പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ അധികം മാനർസവും അദ്ദേഹം ചെയ്ത് കാണിച്ച പല കാര്യങ്ങളും എടുത്ത് കാണിക്കുകയാണ് അവിടെ കൂടുതൽ ആൾക്കാർ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ റോബിനെ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സീസൺ 1 പുള്ളിക്കാരൻ റോബിൻ മാരാര്, സീസൺ 1 പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, സാബുമോൻ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് ആ ഒരു മാനേജ്മെന്റ് ജയ്സാറിന്റെ ഇതുകൊണ്ട് മറ്റേ മിണ്ടാതിരിക്കുന്ന അല്ലെ നമ്മുടെ സംസാരിക്കില്ല, ഒറ്റയ്ക്ക് സംസാരിക്കില്ല പരിപാടി, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ എല്ലാം കാണുമ്പോൾ ഒരു ക്രിഞ്ച് ക്ലീശേ മുൻകാലങ്ങളിൽ കണ്ട് പഠിച്ചു വന്ന അതേ പരിപാടികൾ അതിന് ഇവർ ടാസ്ക് കൊടുത്തും മറ്റു പല പണികളൊക്കെ കൊടുത്തുകൊണ്ട് ഇവരുടെ ഉള്ളിലിരിപ്പ് മുഖമെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് റിയൽ ആക്കി മാറ്റണം. ആ സമയം മുതലായിരിക്കും ഞാൻ കൂടുതലായിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിലവിൽ ഓക്കെയാണ്. ബട്ട് ഇതെല്ലാം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അവർ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡള്ളാണ്, സീസൺ ഡള്ളാണെന്നാണ് എന്നെ സൂചിപ്പിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും റിവ്യൂവേഴ്സ് ആയിട്ടും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അത് പരമാവധി പുറത്ത് വിടാതിരിക്കാൻ ശ്രമിക്കുക. ആ മൊമെന്റിൽ അത് അറിയുന്നതായിരിക്കും അവരുടെ ഒരു ഷോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലത്. അതുകൊണ്ട് ആ ഒരു തരത്തിലേക്കുള്ളത് എല്ലാവരും, എനിക്കിത് കേട്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും, നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിമർശനങ്ങൾ നമ്മൾ ഇതിൽ സ്വീകരിക്കണം. ഇത് ആ ഒരു ഷോ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നേരിട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ലാലേട്ടനെ പോലുള്ള മഹാനടൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ആ ഒരു മുഖവിലേക്ക് എടുത്തുകൊണ്ട് വേണം അതിനകത്ത് ഇന്ന ഓരോരോ കാര്യങ്ങൾ അതിന് മുമ്പ് കയറി അപ്ഡേറ്റ് ചെയ്യാതെ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ആ ഒരു രസം പോകാതെ അവരുടെ എപ്പിസോഡോ ലൈവോ ഒക്കെ കാണാനുള്ളൊരു ത്വര താല്പര്യം നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്നുള്ള കാര്യം എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റ് മാത്രമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കൊണ്ട് റേസ്.